ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്. ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 പാഠപുസ്തകമാണിത്. നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ പാഠം 2 ആസിഡുകളും ബേസുകളും എന്ന പാഠത്തിന്റെ മുഴുവനായിട്ടുള്ള വിശദീകരണം, ഇതിൽ വരുന്ന പ്രവർത്തനങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആസിഡുകളും ബേസുകളും അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അവിടെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുക. ആസിഡുകളും ബേസുകളും എന്നുള്ളതിൽ നമുക്കത് തുടർന്നുള്ളത് നോക്കാം. ജിനുവിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. നിങ്ങൾ വായിച്ചു നോക്കൂ. ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കാം? അത് കണ്ടുപിടിക്കാൻ ചില സാമഗ്രികൾ ആവശ്യമാണ്. അവ ശാസ്ത്ര കിറ്റിൽ നിന്ന് എടുക്കാം. അപ്പം എന്തൊക്കെയാണ് ഈ ശാസ്ത്ര കിറ്റിലുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പല സാമഗ്രികളും നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാനാകും. അവ ശേഖരിച്ചു വെക്കുന്ന കിറ്റാണ് ശാസ്ത്ര കിറ്റ്. സുതാര്യമായ ഗ്ലാസ് ടംബ്ലറുകൾ, പതിമുഖമിട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം, വിനാഗിരി, പുളിവെള്ളം, നാരങ്ങാനീര്, ഉപ്പ്, ചാരം, ചുണ്ണാമ്പ്, അപ്പക്കാരം, മോര് തുടങ്ങിയ വസ്തുക്കളാണ് ഈ യൂണിറ്റിലെ പരീക്ഷണങ്ങൾ ചെയ്യാനായി ശാസ്ത്ര കിറ്റിൽ കരുതേണ്ടത്. ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് നിങ്ങൾക്ക് കിറ്റ് വിപുലപ്പെടുത്താം. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശാസ്ത്ര കിറ്റിൽ നിങ്ങൾ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വയ്ക്കൂ. വിനാഗിരി, പുളിവെള്ളം, ഉപ്പുലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങാനീര്, അപ്പക്കാര ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസുകളിൽ 2-3 തുള്ളി വീതം ചേർക്കൂ. ഓരോന്നിലേക്കും 1/2 ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കൂ. ഏതെങ്കിലും ടംബ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ? നിങ്ങളുടെ പരീക്ഷണം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പിങ്ക് ദ്രാവകം എന്തായിരിക്കും എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായി 2ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാം ആവാം? ഉത്തരം നാരങ്ങാനീരാവാം, വിനാഗിരി, പുളിവെള്ളം. ഇതെല്ലാം ആസിഡുകളാണ് കേട്ടോ. നാരങ്ങാനീര്, വിനാഗിരി, പുളിവെള്ളത്തിനൊക്കെ ആസിഡ് സ്വഭാവമാണുള്ളത്. പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? ഉണ്ട്. അവയെല്ലാം പുളിരുചിയുള്ളവയാണല്ലോ. ചില ആസിഡുകൾ അടങ്ങിയതുകൊണ്ടാണ് അവയ്ക്ക് പുളിരുചിയുള്ളത്. ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ ചില പരീക്ഷണങ്ങൾ കൂടി ചെയ്യാം. എല്ലാവരുടെയും ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വയ്ക്കൂ. ഒരു ഗ്ലാസ്സിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസിന്റെ പകുതി ഭാഗം വരെ ഒഴിക്കൂ. അപ്പോൾ ഈ ഓരോ ദ്രാവകവും നിങ്ങൾ ഓരോ ഗ്ലാസ്സിൽ ഒഴിക്കണം. സോപ്പ് വെള്ളം, നാരങ്ങാനീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം ഇത്രയും ഒഴിക്കണം. സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുത്തു വയ്ക്കൂ. ഈ ദ്രാവകങ്ങളിൽ അവ മുക്കി നോക്കൂ. നിങ്ങളുടെ പരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ. എന്നിട്ട് ഓരോന്നിലും നിങ്ങൾ എന്ത് ചെയ്യണം? നീല ലിറ്റ്മസും ചുവന്ന ലിറ്റ്മസും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓരോ ദ്രാവകത്തിലും മുക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുക? ആദ്യം നമ്മൾ വിനാഗിരി നമ്മൾ നീല ലിറ്റ്മസിൽ മുക്കിയാൽ അത് ചുവപ്പ് നിറമായി മാറും. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറാണ് വിനാഗിരിയിൽ മുക്കുന്നെങ്കിൽ നിറമാറ്റമില്ല. നാരങ്ങാനീരാണെങ്കിൽ നീല ലിറ്റ്മസ് ഉള്ളതിൽ മുക്കിക്കഴിഞ്ഞാൽ ചുവപ്പ് നിറമായി. നാരങ്ങാനീരിൽ കൊണ്ടുവന്നിട്ട് ചുവപ്പ് ലിറ്റ്മസ് മുക്കിയാൽ നിറമാറ്റമില്ല. അടുത്തത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, നീല ലിറ്റ്മസ് പേപ്പർ അതിൽ കൊണ്ടുവന്ന് മുക്കിയാൽ നിറമാറ്റമില്ല. ചുവപ്പ് ലിറ്റ്മസ് ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കിയാൽ നീല നിറമാകും. മോര്, നീല ലിറ്റ്മസ് കൊണ്ടുവന്നിട്ട് ഇതിൽ മുക്കിയാൽ ചുവപ്പ് നിറമായി. ചുവപ്പ് ലിറ്റ്മസ് നിറമാറ്റമില്ല. പുളിവെള്ളമാണെങ്കിൽ നീല ലിറ്റ്മസിൽ ചുവപ്പ് നിറമാണ്, ചുവപ്പിൽ നിറമാറ്റമില്ല. സോപ്പ് വെള്ളം നീല ലിറ്റ്മസ് മുക്കിക്കഴിഞ്ഞാൽ നിറമാറ്റമില്ല, ചുവപ്പാണെങ്കിൽ നീല നിറമായി. തെളിഞ്ഞ അപ്പക്കാര ലായനിയാണെങ്കിൽ നീല ലിറ്റ്മസിൽ നിറമാറ്റമില്ല, ചുവപ്പിൽ നീല നിറമായി. അടുത്തത് ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? നാരങ്ങാനീര്, വിനാഗിരി, മോര്, പുളിവെള്ളം. ഇതിലെല്ലാം ആസിഡ് ആണുള്ളത്. ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത്? ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി. അടുത്തത് എന്താണ് ആസിഡുകൾ, എന്താണ് ബേസുകൾ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ തെളിഞ്ഞ ചാരവെള്ളം കൂടി ഒന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. ചാരം ഉണ്ട്. ഓക്കെ.
നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡാണ്. അപ്പം നീല ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ ആ ലിറ്റ്മസ് പേപ്പർ ചുവപ്പായി മാറുന്നുണ്ടെങ്കിൽ ആ പദാർത്ഥങ്ങളെല്ലാം ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളെല്ലാം ബേസുകളാണ്, അഥവാ ആൽക്കലികൾ എന്ന് പറയും. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ. ഇനി ലിറ്റ്മസ് പേപ്പർ ഇല്ല എന്ന് കരുതുക. അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചുവന്ന ചെമ്പരത്തിപ്പൂവ്. നന്നായി ഉരച്ചു പിടിക്കുക. പേപ്പറിന്റെ നിറം ഇപ്പോൾ എന്താണ്? അപ്പോൾ പേപ്പറിൽ ചുവന്ന ചെമ്പരത്തി കൊണ്ട് ഉരച്ചു നോക്കൂ, നീലയായി മാറി. കണ്ടോ? ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കിക്കഴിഞ്ഞാൽ നീല ചുവപ്പായി മാറും. ഓക്കെ, പേപ്പറിന്റെ നിറം മാറിയില്ലേ? ഇങ്ങനെ ചുവപ്പായി മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാം. ഈ പേപ്പർ ശാസ്ത്രകൃതിയിലെ ദ്രാവകങ്ങളെ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇനി എന്താണ് ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ എന്നാണ്. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. അപ്പം നമുക്ക് ഈ നിറമാറ്റത്തിലൂടെ ആസിഡ് ഏതാ ബേസ് ഏതാന്ന് തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കാൻ എന്ത് വേണം? സൂചകങ്ങൾ വേണം. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അതുപോലത്തെ സൂചകങ്ങൾ ആവശ്യമാണ്. ലബോറട്ടറി സൂചകങ്ങൾ നോക്കാം. നിങ്ങൾ പരിചയപ്പെട്ട നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫിനോൾഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും സൂചകങ്ങൾ തന്നെയാണ്. ഫിനോഫ്തലിന്റെ 2-3 തുള്ളികൾ നാം പരിചയപ്പെട്ട ആസിഡ് ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നിറം മാറ്റം നിരീക്ഷിക്കൂ. ഇതുപോലെ മീഥൈൽ ഓറഞ്ചിന്റെ 2-3 തുള്ളികളും ഈ ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കൂ. നിറം മാറ്റം പട്ടികപ്പെടുത്തൂ. വിനാഗിരി ആണെങ്കിൽ ഫിനോഫ്തലിൽ നിറമില്ല. മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ ഓറഞ്ച് റെഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ഫിനോഫ്തലിൽ പിങ്ക് നിറം, മീഥൈൽ ഓറഞ്ചിൽ മഞ്ഞ നിറം. നാരങ്ങാനീര് ഫിനോഫ്തലിൽ നിറമില്ല. മീഥൈൽ ഓറഞ്ച് റെഡ്. സോപ്പ് വെള്ളം ഫിനോഫ്തലിൻ പിങ്ക് നിറം, മീഥൈൽ ഓറഞ്ച് മഞ്ഞ നിറം. തെളിഞ്ഞ അപ്പക്കാര ലായനി ഫിനോഫ്തലിൻ പിങ്ക് നിറം, മീഥൈൽ ഓറഞ്ച് മഞ്ഞ നിറം. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നതെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ നമുക്ക് നാരങ്ങാനീര്, വിനാഗിരി, അതുപോലെ തന്നെ അത് രണ്ടുമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. നാരങ്ങാനീരും വിനാഗിരിയുമാണ്. ബേസിൻ്റേത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. താഴെ ഉണ്ട് അതിൻ്റെ അതിൽ നിന്ന് ബേസിൽ നമുക്ക് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനിയൊക്കെ നമുക്ക് ബേസിലാണ് പറയുക. അതിൻ്റെ രണ്ടിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ. അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? വിനാഗിരി, നാരങ്ങാനീര്, മോര്, പുളി എന്നിവയുടെ രുചി എന്താണ്? കുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിന്റെ അംശം കലർന്നു കാണുമല്ലോ. സോപ്പിന്റെ രുചി എന്താണ്? സോപ്പ്, അപ്പക്കാരം എന്നിവയുടെ രുചി ഒരേപോലെയാണ്. ഇവയ്ക്ക് കാര രുചിയാണ്. ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് സോപ്പ്. അപ്പോൾ അപ്പക്കാരം, സോപ്പെല്ലാം ബേസുകളാണ്. അതിന് കാര രുചിയാണുള്ളത് കേട്ടോ. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ്. എല്ലാ ബേസുകൾക്കും കാര രുചിയാണ്. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത്? നാരങ്ങാനീര്, വിനാഗിരി, കാരണം അവയിൽ ഫിനോഫ്തൽ ഒഴിക്കുമ്പോൾ നിറമില്ലാതാകുന്ന ഉത്തരമാണ് കേട്ടോ. ബേസിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, കാരണം അവ ഫിനോഫ്തലിൻ പിങ്ക് നിറവും മീഥൈൽ ഓറഞ്ചിൽ മഞ്ഞ നിറവും നൽകുന്നു. അടുത്തത്, ശാസ്ത്രകൃതിയിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടി ഉരച്ചു നോക്കൂ. ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്? സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, അതുപോലെ തന്നെ നമുക്ക് ചാരവെള്ളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതും വരും കേട്ടോ. ഇനി നമുക്ക് ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ നോക്കാം. ആസിഡുകൾ പുളിരുചിയുള്ളവയാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഫിനോഫ്തലിൻ ആസിഡുകളിൽ നിറമാറ്റം ഉണ്ടാക്കില്ല. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചു ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഫിനോഫ്തലിനിൽ പിങ്ക് നിറം ഉണ്ടാക്കുന്നു. വഴുവഴുപ്പുണ്ട്. അടുത്തത്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്. നീല ചുവപ്പാവണമെങ്കിൽ അതിന് ആസിഡ് സ്വഭാവം വേണം. അപ്പം നമുക്ക് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നവ: ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളി, മുന്തിരി, തക്കാളി. ഈ 4 എണ്ണമാണ് കേട്ടോ. ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്ന ദ്രാവകങ്ങളാണ്. കാരണം ഇവയ്ക്ക് ആസിഡ് സ്വഭാവമാണ്.
ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള ചില ആസിഡുകൾ പരിചയപ്പെടാം. നോക്കൂ, ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന മോര്, തൈര് രണ്ടിലും ലാക്റ്റിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വാളൻപുളി ടാർട്ടാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ആസിഡ്. വാളൻപുളിയിൽ മാത്രമല്ല ടാർട്ടാറിക് ആസിഡ് ഉള്ളത്, നമ്മുടെ മുന്തിരിങ്ങയിലെ ഗ്രേപ്സ് അതിലും ടാർട്ടാറിക് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇനി പാല് തൈരാകുമ്പോൾ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. നമുക്ക് എല്ലാവർക്കും അറിയാം. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? പുളിരുചി ആസിഡിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറില്ലേ? തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ആണ് തൈരിന് പുളിരുചി നൽകുന്നത്. തൈരിന് പുളിരുചി നൽകുന്നത് ലാക്റ്റിക് ആസിഡ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് ആണ് കേട്ടോ, തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ. ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളുമാണ്. നമുക്ക് ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ചില ആസിഡുകളെയും ബേസുകളെയും പരിചയപ്പെടാം. അപ്പോൾ ലബോറട്ടറിയിൽ ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, അസറ്റിക് ആസിഡ് ആണ്. അതിലെ ബേസുകളാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. അടുത്തത്, ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കായം ഒരു ന്യൂസാണ്. ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിന്റെ ടിൻ തുറന്നപ്പോഴാണ് അപകടം. അപ്പോൾ ഇതിൽ റബ്ബർ പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് കേട്ടോ. അത് കട്ടിയാവാൻ ചേർത്തുന്നത്. വാർത്ത ശ്രദ്ധിച്ചല്ലോ. രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണാവശ്യങ്ങൾക്കും അവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്ത് നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഇവിടെ നിങ്ങൾക്ക് അധിക വായനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. ഇനി നമ്മുടെ ശരീരത്തിൽ ആസിഡ് വീണാൽ എന്ത് ചെയ്യാം? വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കുവാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. വീട്ടിലുപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ ഇതുവരെ പരീക്ഷണങ്ങൾ ചെയ്തത്. ഇനി ലബോറട്ടറിയിലുള്ള ചില ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താം. ഏതെല്ലാം ആസിഡുകളും ബേസുകളും എടുക്കാം? ഏതൊക്കെ സൂചകങ്ങൾ എടുക്കും? ആസിഡുകളും ബേസുകളും വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് അവയിൽ വിവിധ സൂചകങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാറ്റം നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തൂ. നോക്കൂ നിങ്ങൾ, മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, നീല ലിറ്റ്മസ്, ചുവന്ന ലിറ്റ്മസ്, ഇത്രയുമാണ് നമ്മളെടുത്ത സൂചകങ്ങൾ. അപ്പോൾ ഈ മീഥൈൽ ഓറഞ്ചിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഓറഞ്ച് റെഡ് കിട്ടും. സൾഫ്യൂറിക് ആസിഡ് ആണെങ്കിൽ ഓറഞ്ച് റെഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്താൽ മഞ്ഞ നിറം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്താൽ മഞ്ഞ നിറം. അടുത്ത ഫിനോഫ്തലിൻ നോക്കൂ, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അതിന് നിറമില്ല. സൾഫ്യൂറിക് ആസിഡിൽ നിറമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും പിങ്ക് നിറം. നീല ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂറിക് ആസിഡിലും ചുവപ്പ് നിറമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ചേർക്കുമ്പോൾ നിറമാറ്റം ഇല്ല. എന്തിന്? നീല ലിറ്റ്മസ് പേപ്പറിന്. ചുവന്ന ലിറ്റ്മസ് പേപ്പർ നോക്കൂ, ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂറിക് ആസിഡിലും നിറമാറ്റമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്കും ചേർത്തുമ്പോൾ നീല നിറമാകും. ഇനി നിങ്ങൾക്ക് അധിക വായനയ്ക്ക് തന്നിരിക്കുന്ന ഭാഗം നോക്കണം. ശരീരത്തിനുള്ളിലും ആസിഡോ? നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചൽ, പുളിച്ചുതികട്ടൽ, മലബന്ധം ഇതെല്ലാം അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കാൻ ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അസിഡിറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠത്തിൻ്റെ അവസാനം വരുന്ന വിലയിരുത്താം, അതിൻ്റെ ആൻസറും നമ്മൾ പാർട്ട് 2ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.